Hi, Namaste, welcome back to my channel, welcome back to WinTrader. Bank Niftyയും അതിൻ്റെ ഓപ്ഷൻസിലും മിനിമം ടൈമിൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ മാക്സിമം റിട്ടേൺസ് എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും? അപ്പോൾ അതിന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സ്കൽപ്പിംഗ് ടെക്നിക്സാണ് ഞാനിത് പറയുന്നത്. അതായത് ഒരുപാട് നേരം ചാർട്ടിൻ്റെ മുന്നിൽ ഇരിക്കേണ്ടി വരില്ല. ഞാൻ ഇതിനു മുമ്പും ഇതേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഓപ്ഷൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം ഇന്ന് കാണിക്കുന്നത് ഓപ്ഷൻസിനെ കൂടെയാണ്. അതായത് നിങ്ങൾക്ക് ഓപ്ഷൻസിലും ഇതേ സ്ട്രാറ്റജി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് 1 മിനിറ്റ് ചാർട്ട് ഉപയോഗിച്ചിട്ട് ഒരു മോർണിംഗിൽ തന്നെ ഒരു നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. അത് ഓപ്ഷൻസിലും നമുക്ക് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്നാണ് ഇന്ന് പറയുന്നത്. അപ്പം ഇന്നിപ്പം എക്സ്പയറി ഡേ ആണ്. ഇന്ന് ബാങ്ക് നിഫ്റ്റിയും ഭയങ്കര വോളറ്റൈലായിരുന്നു. അതായത് മാർക്കറ്റ് മോർണിംഗിൽ ഒന്ന് ഇറങ്ങിയതല്ലാണ്ട് മാക്സിമം അതൊരു കുറേ കഴിഞ്ഞൊരു 10 മണിക്ക് ശേഷം മാർക്കറ്റിന് മൊമെൻ്റേ ഉണ്ടായിരുന്നില്ല. നിഫ്റ്റിയിലാവട്ടെ ബാങ്ക് നിഫ്റ്റിയിലാവട്ടെ രണ്ടും നമുക്ക് ആക്ച്വലി ഭയങ്കര വോളറ്റൈലായിരുന്നു. അപ്പം ഇന്നത്തെ മാർക്കറ്റ് പോലത്തെ മാർക്കറ്റിലൊക്കെ നമുക്ക് എങ്ങനെ ഒരു നല്ല റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റും? അതിന് ഒരുപാട് സമയം നമുക്ക് ചാർട്ടിന് ഇരിക്കേണ്ടി വരില്ല. ഒരു മോർണിംഗിൽ നമുക്കൊരു 11 മണിക്ക് മുമ്പ് നല്ലൊരു സേഫ് ട്രേഡായിട്ട് എടുത്ത് മിനിമം ഒരു 3 to 5 റിട്ടേൺസ് എന്തായാലും ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഓപ്ഷൻസിലും. ഓക്കെ, അപ്പം അതേപോലെ തന്നെ ക്ലോസിങ് മാർക്കറ്റിന് ഇപ്പോൾ ഈ മോർണിംഗിൽ എടുക്കാൻ പറ്റാത്തവർക്ക് ഒരു ക്ലോസിങ് ടൈമിൽ ഒരു 2 മണിക്ക് ശേഷം ആ സമയത്തും ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാകും. അതിനിടയ്ക്ക് മാർക്കറ്റ് ഭയങ്കര വോളറ്റൈലായിരിക്കും. അതിൽ എടുക്കാൻ ശ്രമിക്കേണ്ട. അപ്പം ഈ ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് 1 മിനിറ്റ് സ്കാൽപ്പിംഗ്. ഓക്കെ, അപ്പം ഞാനത് ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഓപ്ഷൻസിൻ്റെയാണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സ് ഉണ്ട്, അതേപോലെ ഫ്യൂച്ചറുണ്ട്, ഫ്യൂച്ചറിൻ്റെ പിന്നെ ഓപ്ഷൻസിൻ്റെ ചാർട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞു തരാം. ഇപ്പം ഞാനിവിടെ ഫസ്റ്റ് കാണിക്കുന്ന ഇൻഡെക്സിന് ഇന്നത്തെ മാർക്കറ്റാണ് കാണിക്കുന്നത്. ഇന്നത്തെ മാർക്കറ്റിൽ നോക്കിയാട്ടെ, ഇന്നിപ്പം ആരെങ്കിലും പുതുതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി സ്കാൽപ്പിംഗ് നമുക്ക് ആക്ച്വലി ബാർ ചാർട്ടാണ്. ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കളർ കോമ്പിനേഷൻ, അതായത് റെഡും ഗ്രീനും, ഗ്രീൻ ബൈയും റെഡ് നമുക്ക് സെല്ലും, അതേപോലെ തന്നെ ഈ എക്സ്ട്രാ കളേഴ്സ് നമുക്ക് സൈഡ് വേസ്, അതായത് 4 എക്സ്ട്രാ കളർ വരും. ചില സമയത്ത് വൈറ്റ് വരും, ചില സമയത്ത് ഓറഞ്ച്, അതേപോലെ ഹോളോ ക്യാൻഡിൽസ്. ഇതേപോലുള്ള സ്ട്രാറ്റജികൾ കംപ്ലീറ്റ് ഇതേപോലത്തെ കളർ ചേഞ്ചിങ് വന്നു കഴിഞ്ഞാൽ അത് സൈഡ് വേസ് ആണ്. അവിടെ നിന്ന് നമുക്കൊരു നല്ല ട്രെൻഡ് കിട്ടില്ല. ഓക്കെ, അതേപോലെ തന്നെയാണ് നമുക്ക് മാർക്കറ്റിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്കിനേക്കാളും നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് ഇത്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് നല്ല രീതിയിൽ, അതായത് ഒരു ടെക്നിക്കൽ നോളജ് ഇല്ലാത്ത ആളുകൾക്ക് പോലും നമുക്ക് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആക്യുറസിയും ഉണ്ട് ഇതാണ്. ഓക്കെ, അപ്പം ഇതിൽ ആർക്കെങ്കിലും ഡെമോ വേണമെങ്കിൽ വിളിക്കുക. സീമ കൃഷ്ണ 81390994 ഇതിൻ്റെ വാട്സപ്പ് നമ്പറാണ്, നോട്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പം ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും റെഡ് കളർ ഡൗൺ ആരും ഇവിടെ കാണാൻ പറ്റുന്ന സെല്ലാണ്, ഗ്രീൻ കളർ അപ്പോൾ ബൈ ആണ്. ഇന്ന് മോർണിംഗിൽ ഒരു മാർക്കറ്റ് കുറച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ഫ്ലാറ്റ് ആയിരുന്നു മൊമെൻറ്റ്. ബൈയും അല്ല സെല്ലും അല്ലാത്ത പോർഷനായിരുന്നു. കുറേ നേരം അതേ റേഞ്ചിൽ തന്നെ കളിച്ചിട്ട് പിന്നെയും ഇറങ്ങിയിട്ട് പിന്നെയും മാർക്കറ്റ് ലാസ്റ്റാണ് ക്ലോസിങ്ങിലാണ് കയറിയിരിക്കുന്നത്. അപ്പം ഇതേപോലത്തെ മാർക്കറ്റിൽ നമുക്ക് ആക്ച്വലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്സാണ് സ്കാൽപ്പിംഗ്. അപ്പം അത് ഞാനിവിടെ ഫ്യൂച്ചർ ചാർട്ട് ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ചാർട്ട് സ്കാൽപ്പിംഗ് ആണ്. ഇവിടെ നിന്നാണ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയി. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഡേ ബ്രേക്കർ ലൈനിൽ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ആയി. ഓക്കെ, അപ്പം ഇതിനകത്ത് മോർണിംഗിൽ ഒരു ഇന്നലെ ക്ലോസിങ്ങിൽ വന്ന സെല്ലിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇന്ന് മോർണിംഗിൽ പോയി ഒരു ഡൗണിൽ ഇറങ്ങിയ മാർക്കറ്റാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ആക്ച്വലി ഇതിനകത്ത് യൂസ് ചെയ്യേണ്ട മെത്തേഡ് 4 ലെവൽ കൺഫർമേഷൻ ചെക്ക് ചെയ്യുക. അതായത് ക്യാൻഡിൽ കളറ്, താഴത്തെ കൺഫർമേഷൻ ബാർ, സെൽ സോൺ, അതേപോലെ സപ്പോർട്ട് ലെവൽ. കൺഫർമേഷൻ വന്നതിന് ശേഷം ഫസ്റ്റ് സപ്പോർട്ട് എവിടെ നിന്നാണ് ബ്രേക്ക് ചെയ്യുന്നത് ആ ബ്രേക്ക് പിടിച്ചിട്ടെടുക്കുക. അപ്പം മോർണിംഗിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ മോർണിംഗിൽ അപ്രോക്സിമേറ്റ് ഒരു മാർക്കറ്റ് ഒരു 9:15 കഴിഞ്ഞതിന് ശേഷം 9:15 9:20 ആയ ശേഷം 41,580 ബ്രേക്ക് ഔട്ട് വന്നിരുന്നു. ആ ബ്രേക്ക് ഔട്ട് നേരെ ഒരു താഴേക്കാണ് പോയിരിക്കുന്നത്. അപ്രോക്സിമേറ്റ് നല്ല രീതിയിൽ നമുക്ക് മാർക്കറ്റ് താഴേക്ക് പോയിട്ടുണ്ട്. ഒരു 41,433 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കയറി പിന്നെ എഗെയിൻ താഴോട്ട് പോയി. അപ്പം മോർണിംഗിൽ തന്നെ നമുക്കൊരു ട്രേഡ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്ഷൻസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 41,500 നമ്മളുടെ ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി പുട്ട് ബൈ ചെയ്യാൻ പറ്റും. പുട്ട് ബൈ ചെയ്യാനായിട്ട് 41,500 പകരം നമുക്ക് 700
നമുക്കത് ഒരു 200 പോയിൻറ്റ് മുന്നിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. 41,700 പുട്ടാണിത്, പുട്ടിൻ്റെ ചാർട്ടാണ്. അപ്പോൾ നോക്കിയാൽ ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ആയിന്ന്, അത് കഴിഞ്ഞ് ബൈ ഇതിനകത്ത് തന്നിരുന്നു, ബൈ കൺഫേം ആയി കയറിയ പൊസിഷൻ അപ്രോക്സിമേറ്റ് ഒരു 307 പോയിൻറ്റ്സിന് നമുക്ക് എടുത്തു. അത് നേരെ ഒരു ഹൈക്ക് 418 വരെ പോയിട്ടുണ്ട്. ഒരു അപ്രോക്സിമേറ്റ് 100 പോയിൻറ്റ് വേണ്ട, നമുക്കൊരു 50 പോയിൻറ്റ് ഇനഫ് നമുക്ക് നന്നായിട്ട് ഏൺ ചെയ്യാൻ മോർണിംഗിൽ തന്നെ പറ്റിയിരുന്നു. നല്ലൊരു ഹ്യൂജ് ഹൈക്ക് മോർണിംഗിൽ തന്നെ പോയിട്ടുണ്ട്. അത് എഗെയിൻ ഒരു ബ്രേക്ക് ഔട്ട്. ഇപ്പോൾ ഇവിടുന്ന് ഈ ട്രെൻഡ് ലൈൻ, ഇതിനകത്ത് ട്രെൻഡ് ലൈൻ വളരെ മുഖ്യമാണ് ഈ 1 മിനിറ്റ് ചാർട്ടിൽ. ഇതിൽ ഇവിടം വരെ അപ്പാണ്, അത് കഴിഞ്ഞ് ഇവിടെ ഡൗൺ ആണ്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ കട്ട് ചെയ്യാം 1 മിനിറ്റ് ആയതുകൊണ്ട്. അത് കഴിഞ്ഞ് തിരിച്ച് പിന്നെയും ഇവിടെ ബ്രേക്ക് ഔട്ട് പോകുമ്പോൾ നമുക്ക് രണ്ടാമത് 403 എടുത്ത് നേരെ ഒരു 462 വരെ പോയിട്ടുണ്ട്. അവിടെ നിന്നും നമുക്കൊരു ഹൈക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 ട്രേഡ് മോർണിംഗിൽ തന്നെ നമ്മൾ എടുത്തു. അപ്പോൾ എക്സിറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, അപ്രോക്സിമേറ്റ് ആ സമയത്ത് നമുക്ക് ടൈമിംഗ് വരുന്ന 9:45 കഴിഞ്ഞ് 10 മണിയാകാറായി. അപ്പോൾ ഒരു 10 മണി വരെ നമ്മൾ ചാർട്ടിലിരുന്നുള്ളേ. അതിന് മുമ്പ് നമുക്കൊരു 2 ട്രേഡ് എടുത്തേ, 2 ട്രേഡിൽ നല്ല രീതിയിലൊരു പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പം ഈ ട്രേഡ് നമുക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് എഗെയിൻ ക്ലോസിങ്ങിൽ നമുക്ക് ഇതേപോലെ ഒരു എൻട്രി കിട്ടും. ക്ലോസിങ്ങിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അപ്രോക്സിമേറ്റ് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലാസ്റ്റ്, അതായത് 2 മണിക്ക് ശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും ഒരു ബൈസിക്കിൾ വന്നിട്ടുണ്ട്. ബൈസിക്കിൾ വന്ന് നമുക്ക് അപ്രോക്സിമേറ്റ് ആ സമയത്ത് ടൈമിങ് ആയിരുന്നത് 1:30 കഴിഞ്ഞു മാർക്കറ്റ്. അപ്പോൾ 2 മണി കഴിഞ്ഞ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് നോക്കുകയാണെങ്കിൽ 41,532 ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഒരു മാർക്കറ്റ് മേലിൽ കയറി രണ്ടാമതൊരു ബ്രേക്ക് ഔട്ട്. ഇതിന് അപ്രോക്സിമേറ്റ് 2 മണിയാകാറായപ്പം ബ്രേക്ക് വന്ന് 41,571 ബ്രേക്ക് വന്ന് നേരെ കയറി മാർക്കറ്റ് മുകളിലേക്ക്. അപ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്കൊരു കോൾ ഓപ്ഷൻ എടുക്കാം. 41,500 എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി ഒരു 300ൻ്റെ നമുക്ക് കോൾ എടുക്കാൻ പറ്റും. ഞാനിവിടെ കോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഇപ്പോൾ അവിടെ ബൈസിക്കിൾ വന്ന് അപ്രോക്സിമേറ്റ് ബ്രേക്ക് ചെയ്ത പോയിൻ്റ് ഒരു 136 ബ്രേക്ക് ചെയ്തിട്ട് നേരെ ഹൈക്ക് എവിടം വരെ പോയി 287 വരെ. അപ്പം ആ സമയത്ത് എടുത്തില്ല. രണ്ടാമത് ബ്രേക്ക് ഔട്ട്, രണ്ടാമത് ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. ഒരു 173 ബ്രേക്ക് വന്ന് നേരെ കയറിയത് മാർക്കറ്റ് 275 വരെയാണ്. അപ്പോൾ ആ ഒരൊറ്റ ട്രേഡ് മതി നമുക്ക് ആക്ച്വലി നല്ല പ്രോഫിറ്റിലേക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ എന്നാ ചെയ്തത്, നമ്മളൊന്നും ചെയ്തില്ല. ഒരുപാട് നേരം ചാർട്ടിൽ എക്സിറ്റ് ഇരുന്നുമില്ല. നല്ല രീതിയിൽ പ്രോഫിറ്റും കിട്ടി, എക്സിറ്റ് ചെയ്യാനും സാധിക്കും. ഇനഫ് മാർക്കറ്റ് ഏതോ ആയിക്കോട്ടെ, നോക്കിക്കഴിഞ്ഞാൽ പറയാം മാർക്കറ്റിന് കൺസോൾട്ടേഷൻ ആണ്. പക്ഷേ നമ്മൾ പ്രോപ്പർ ഒരു നല്ല പ്രോഫിറ്റിൽ നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബെസ്റ്റായിട്ടുള്ള ഒരു ട്രേഡ് എടുക്കുന്നത്. അതിന് കുറച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്കൊരു നല്ല ട്രേഡ് എടുക്കാൻ സാധിക്കും. അതിന് ഒരേപോലെ ഞാനിപ്പം ഇവിടെ ചാർട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നല്ലോ, ഒരേപോലെ 2 ചാർട്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് 5 മിനിറ്റ്സിൻ്റെ എടുത്തിട്ടുണ്ട്, 1 മിനിറ്റിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ 2 ചാർട്ടും ഈക്വലി ഒരേ സൈഡ് സെറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ബ്രേക്ക് ഔട്ട് പിടിക്കുന്നത് എവിടെ നിന്നാണോ അത് പിടിച്ച് നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ അലേർട്ട് കാര്യങ്ങളൊക്കെ കിട്ടും. അതേപോലെ തന്നെ ഒരേ വിൻഡോയിൽ സെറ്റ് ചെയ്യുന്നത് വിൻഡോസ് സ്റ്റൈൽ വിൻഡോസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടലി ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരേപോലെ ഇതേപോലെ വിൻഡോസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ വിൻഡോസിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാം. നമുക്ക് അറ്റ് എ ടൈം 2 വിൻഡോയും ഒരേപോലെ നമുക്ക് കൈകാര്യം ചെയ്യാം. ഓക്കെ, അപ്പം ഇതേപോലുള്ള ഒരുപാട് ടെക്നിക്സുമായിട്ട് ഇനിയും ഞാൻ വീഡിയോ ആയിട്ട് വരാം. അപ്പം ആ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പം ഡെമോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ട നമ്പർ 8139039994 സീമ. ഓക്കെ, താങ്ക് യു.